പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശേഷാല് പുതിയ ഒരു ദിവസവും കൂടെ നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ കർത്താവ് നമുക്ക് അനുഗ്രഹമായിട്ട് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടൈം വിത്ത് ജീസസ് എന്ന ഈ ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശേഷാൽ ഇന്ന് ഈ ഒരു ദിവസം കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഇന്നത്തെ ദിവസം പുതിയൊരു ശക്തി നിങ്ങളുടെ മേൽ കർത്താവ് പകരട്ടെ. പുതിയൊരു ശക്തി കർത്താവ് പകരും. ആത്മശക്തി കർത്താവ് നൽകി തുടർന്ന് ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ കർത്താവ് നൽകുവാനായിട്ടിടയാണ്. ദൈവശക്തി കൂടാതെ ക്രിസ്തുവിലുള്ള ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധ്യമല്ല. ഒരു ദൈവ പൈതലിന് എപ്പോഴും പരിശുദ്ധാത്മാവാണ് ഒരു ദൈവ പൈതലിന് ശക്തി നൽകുന്നത്. മുൻപോട്ട് ജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുവാനായിട്ട് ഇടയാണ്. നമുക്കൊരു വാക്യം വായിച്ച് എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനു വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഒരു ദൈവ പൈതലിന് സ്വന്തം ശക്തിയാൽ ജീവിച്ചു മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവശക്തിയാൽ മാത്രമേ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ അവന് സാധ്യമാകുകയുള്ളൂ. കാരണം പൈശാചിക പോരാട്ടങ്ങൾ അടങ്ങിയ ജീവിതമാണ് ക്രിസ്തുവിലുള്ള ജീവിതം. എങ്കിലും അതിന്മേൽ ആ പോരാട്ടങ്ങളുടെ നടുവിൽ വലിയ വിജയത്തെ നൽകുന്ന ഒരു യേശു ഒരു ദൈവവേദനുണ്ട്. അപ്പോൾ ദൈവശക്തി ലഭിച്ചെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിലുള്ള ജീവിതം അനുഗ്രഹമാക്കുവാൻ സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഒരു ദൈവവേദന ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് നൽകിയതെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവേദന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി ദൈവം അവരെ സഹായിക്കും. ക്രൈസ്തവ ജീവിതം മുൻപോട്ട് നയിക്കുവാനുള്ള ശക്തിയാൽ കർത്താവ് അവരെ മുൻപോട്ട് നയിക്കുവാനായിട്ടിടയാണ്. അതുകൊണ്ട് വിശ്വാസ ജീവിതം ഒരിക്കലും സ്വന്തം ശക്തിയാൽ ജീവിതം നയിക്കുവാനായിട്ട് ഒരു ദൈവവേദന സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് വിജയകരമായി
ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഒരു ദൈവത്തിൽ സാധ്യമാകുന്നത്. ആകയാൽ വലിയവനായ ദൈവത്തിൽ നമുക്ക് ഈ പകൽ ആശ്രയിക്കാം, നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മശക്തിയാൽ ജീവിതം നയിച്ച് വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ദൈവശക്തി എല്ലാവരുടെ മേലും അങ്ങ് പകരണമേ. ദൈവശക്തിയിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ജീവിതം പരാജയപ്പെട്ടു പോകുവാനിടയാകാതെ ആത്മശക്തിയാൽ ജീവിതം നയിക്കുന്ന ഒരുവനെ ദൈവം വിജയകരമായ ജീവിതം അവന് നൽകുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകുന്നതിനായിട്ട് നന്ദി പറയും. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രിയമുള്ളവരെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിച്ച് ക്രൈസ്തവ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആകയാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിതം മുൻപോട്ട് നയിക്കാൻ ഇടയാകട്ടെ.